ഒരു ഡ്രൈവറുടെ മകനെ MLA കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ചപ്പോൾ ചിലർ അദ്ദേഹത്തെ കളിയാക്കി. ഒരു ഡ്രൈവറുടെ മകനൊക്കെ MLA ആകാൻ സാധിക്കുമോ? ജനങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്യുമോ എന്ന്. പക്ഷേ ഇന്ന് തന്നെ പഠിപ്പിച്ച് വലുതാക്കിയ അതേ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അദ്ദേഹം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ: ആരാണ് ആ ഡ്രൈവറുടെ മകൻ? 100 Days 100 സ്പാർക്ക് സ്റ്റോറീസ് ഡേ 43. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നാളെ തീർപ്പെന്ന സിനിമ വഴി സിനിമാ ജീവിതം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ ഒരു ഡ്രൈവറുണ്ട്, രാജേന്ദ്ര പ്രസാദ്. കാലക്രമേണ രാജേന്ദ്ര പ്രസാദ് വിജയ്യുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആവുകയും വിജയ് അദ്ദേഹത്തിന് വേണ്ടി പല സഹായങ്ങളും ചെയ്യുകയുമാണ്. അക്കൂട്ടത്തിൽ രാജേന്ദ്ര പ്രസാദിൻ്റെ മകനായ ശബരിനാഥിൻ്റെ മുഴുവൻ പഠന ചെലവും വിജയ് ഏറ്റെടുക്കുകയും ശബരിനാഥ് നന്നായി പഠിക്കുകയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech നേടുകയുമാണ്. അതിനുശേഷം ശബരിനാഥ് ജോലിക്കായി ഖത്തറിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് TVK എന്ന പാർട്ടിയുടെ ഭാഗമാകാൻ വിജയ് ക്ഷണിക്കുന്നതും ശബരിനാഥ് തൻ്റെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് TVK വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും MLA ആയി മത്സരിക്കുന്നതും. ഒരിക്കലും ജയിക്കില്ല എന്ന് വിധിച്ചവർ 76,092 വോട്ട് നേടി വിജയിച്ച ശബരിനാഥിൻ്റെ ചിരിച്ച മുഖമാണ് ഇന്ന് കാണുന്നത്. കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, അതൊന്നും കേൾക്കാതെ പരിശ്രമിക്കുന്നവർ വിജയിച്ചുകൊണ്ടേയിരിക്കും ലൈഫിൽ. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.